എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു കിടിലൻ ക്യാൻഡി റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, മുതിർന്ന ആളുകൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങളൊക്കെ ഇതുപോലെ ക്യാൻഡി പച്ചമാങ്ങ ഉപയോഗിച്ച് ചെയ്യുന്നവരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം, അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് ഒത്തിരി നാളത്തേക്ക് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 5 മാങ്ങ നന്നായിട്ടൊന്ന് തോല് ചെത്തി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കഴുകി എടുത്തിട്ട് ഇത് കണ്ടോ, ഈ ഒരു കനത്തിൽ നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇതിലും തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട, കാരണം ഇത് നമുക്ക് ഒന്ന് വേവിച്ച് തിളച്ച വെള്ളത്തിലൊന്നിട്ട് എടുക്കാനായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഉടഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. ഈ മാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ആവി കയറ്റി എടുക്കുകയല്ല, ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു തിള വീഴുമ്പോഴത്തേക്കും തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും വെള്ളം മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ ആ ചട്ടിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതേ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച മാങ്ങ വേണം. പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിനുള്ള ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയ്ക്ക് അനുസരിച്ച് ഞാനിപ്പോൾ 5 മാങ്ങയ്ക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. ഇതേ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ചു. ആ തിളച്ച വെള്ളത്തിലേക്ക് ഇത് കണ്ടോ, മാങ്ങയുടെ പീസുകൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് ഒരുപാട് അങ്ങ് വെട്ടി തിളച്ച് മാങ്ങ വേവിക്കൊന്നും വേണ്ട കേട്ടോ. മാങ്ങ ജസ്റ്റ് ഒന്ന് തിളച്ച് പിന്നെ എന്താ പറയുക, ഒന്ന് ഈ ഒരു ഇതിലൊന്ന് ഒന്ന് വന്നാൽ മതി കേട്ടോ. അത്ര മാത്രമേ വേണ്ടുള്ളൂ നമുക്ക്. പിന്നെ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് മാറ്റി ഇതെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ക്യാൻഡിയാണ്. അപ്പോൾ ഞാൻ പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടുള്ള എന്താ പറയുക, വേറൊരു ക്യാൻഡി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന മിഠായിയാണ് പിന്നെ പച്ചമാങ്ങ മിഠായി. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അതോടൊപ്പം യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ മാങ്ങ അപ്പോഴത്തേക്ക് ഇതേ പാകമായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒന്ന് തിളപ്പിച്ചിട്ടേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് തിള വന്നപ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് മാങ്ങ ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് വെന്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവേ വേണ്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര, അരക്കപ്പ് പഞ്ചസാരയാണ്. ആ പഞ്ചസാരയിലേക്ക് നമ്മൾ ഈ മാങ്ങ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് ഒരു 1/4 കപ്പ് വെള്ളം, അരക്കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പഞ്ചസാര പാനി ഒന്ന് റെഡിയായി വരട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ എന്താ പറയുക, മധുരം നമ്മൾ ഈ ക്യാൻഡി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുമല്ലോ, അതിലും ഭയങ്കര നല്ലൊരു കട്ട പിന്നെ ഈ മാങ്ങേൻ്റെ ടേസ്റ്റാട്ടോ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആ പഞ്ചസാര സിറപ്പ് ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ക്യാൻഡി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാൻഡി അല്ല, മാംഗോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി വെന്ത് പോകരുതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ചൂടോടെ ഇട്ടാലും യാതൊരു പ്രശ്നവുമില്ല, എന്നാലും അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിത് ഇതിങ്ങനെ ഇട്ടിട്ട് ഇനി നമുക്ക് വേണ്ടുന്ന ഒരു 10-15 മിനിറ്റോളം നമ്മളെപ്പോഴും ഈ മിഠായി ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് രാവിലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് വേണ്ടത്. അതിനൊരു വലിയൊരു ഇതുപോലത്തെ ഒരു അടപ്പെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് കണ്ടോ, ഇതുപോലെ മുഴുവനായിട്ട് ഈ പഞ്ചസാര പാനിയിൽ കിടക്കുന്ന മാങ്ങാ പീസ് എല്ലായിടത്തും പഞ്ചസാര പാനി ആക്കുന്ന വിധത്തിൽ ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി ഒരു അടപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് വേണ്ടത് കേട്ടോ. ചിലപ്പോൾ നമുക്കൊരു 2-3 ദിവസം, എനിക്കിപ്പോൾ ഇവിടെ വെയിൽ അത്യാവശ്യം ഞാനിത് ചെയ്ത സമയത്ത് അത്യാവശ്യം വെയിലുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഒറ്റ ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ ഇത്രയും നമുക്ക് ഉണങ്ങി. ഒരു 3 ദിവസത്തെ വെയിൽ കൊണ്ട് ഇതുണ്ട് ഇതുപോലെയായ സംഭവം. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കിലുകിലുങ്ങുന്ന ഒരു ശബ്ദമുണ്ട്, അതുപോലെ ഇത് ഉണങ്ങിയിട്ടുണ്ട്. പഞ്ചസാര പാവാണ് അതിൻ്റെ ഈ മുകളിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പിന്നെ ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഭയങ്കര ടേസ്റ്റ്. ഇതിൻ്റെ ചെറിയൊരു പീസ് കഴിച്ചാൽ മതി, അതിഗംഭീര രുചിയാണ് കേട്ടോ. നമ്മളെ പച്ചമാങ്ങേൻ്റെ മിഠായി പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു കട്ട രുചി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് അല്പം പഞ്ചസാര ഒരു ഇടികല്ലിലിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കിട്ടി. ഇതിലേക്ക് പഞ്ചസാര ഒരു ഇടികല്ലിലിട്ട് അങ്ങ് പൊടിച്ചെടുത്തതിന് ശേഷം ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം എന്നില്ല കേട്ടോ. ഇത് കണ്ടോ, പൊടിച്ചതിന് ശേഷം നമ്മളുടെ ഈ ക്യാൻഡീൻ്റെ മുകളിലേക്ക് ഒരു ചെറുതായിട്ടൊരു പഞ്ചസാരേനെ ഒരു നനവുണ്ടല്ലോ, ആ നനവ് മാറാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളുടെ ഈ പൊടിക്കുന്ന ആ കല്ലിലേക്കും കൂടി ഞാൻ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പഞ്ചസാരേൻ്റെ.
അന്നേരത്തേക്ക് അത് കാണാനും കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ കഴിക്കാൻ അതിഗംഭീരമാണ് കേട്ടോ. ഒത്തിരി മിഠായി ഒന്നും ഒരു തവണ കഴിക്കൊന്നും വേണ്ട. കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഓരോ 2 പീസ് 3 പീസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സ്നാക്സിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാൻ സ്കൂളിലേക്കൊക്കെ നല്ല മിഠായിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഗംഭീരമാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.